വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഇന്നു മുതൽ കൂട്ടും. 3 രൂപയായി ഉയർത്താനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. നല്ല കാര്യം നല്ലത്, എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം അനുഭവിക്കാച്ചെങ്കിൽ എല്ലാവരും അനുഭവിക്കണം. ഒരു കുറച്ച് ടീം മാത്രം ഇതൊക്കെ അനുഭവിച്ച് പോവുക എന്ന് പറയുന്നത് ശരിയായ പരിപാടിയല്ല. കേരളം മുഴുവൻ ഇതിന്റെ ഭാഗമായിട്ട് മൂഞ്ചി പണ്ടാറടക്കണം. എൻ്റെ സുഹൃത്തുക്കളെ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുക എന്നുള്ള പദ്ധതി യാതൊരു വിധത്തിലുള്ള പഠനമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പഠനമോ നടത്താതെയാണ് ഈ ഒരു കോൺഗ്രസ്സുകാർ ചെയ്തതിൻ്റെ ഒരു വലിയ പാപഭാരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഭാരം മുഴുവൻ പേറാൻ പോകുന്നത് ഇനി നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന കുട്ടികൾ ഇനിയിപ്പോൾ 3 രൂപയും 5 രൂപയും ഒക്കെ ഡെയിലി, അങ്ങനെയെങ്കിൽ ഒരു യാത്രയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 10 രൂപക്കൊക്കെ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ ചിലപ്പോൾ വേണ്ടി വരും. സ്കൂളോ കോളേജിലൊക്കെ പോകാൻ വേണ്ടി 10 രൂപ യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കേണ്ടി വരും. ST-യുടെ ഒരു തുകയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻറ് ടിക്കറ്റിൻ്റെ തുകയാണ് പറയുന്നത്. ഇത് ഉയർത്താൻ പോവുകയാണ്. ഇതിനെ ഉയർത്താൻ അവർക്ക് കാരണമുണ്ട്. ഒന്നാമത്, സ്ത്രീകളൊന്നും ബസ്സിൽ പലയിടത്തും കയറുന്നില്ല. അവിടെയൊക്കെ KSRTCയുടെ ഈ സൗജന്യ യാത്ര ഏറ്റവും കൂടുതലുണ്ട്. മിക്ക ആളുകളും അതിൽ കയറി കൂടുകയാണ്. ഉത്തരേന്ത്യയിലെ ട്രെയിനിലൊക്കെ യാത്രക്കാർ പോണ വരി തിക്കിത്തിരക്കിയിട്ട് പോണേ. ഈ ബസ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രിയദർശിനി ബസ് അങ്ങനെ അപകടത്തിൽ പെടുകയാണെങ്കിൽ എന്തൊരു വലിയ ദുരന്തമായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ എന്നുള്ള സംഗതി നമുക്ക് ചിന്തിക്കാനേ വയ്യ. അത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനത്തെ ഒരു ബസ് യാത്രയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഗതിയൊക്കെ അവിടെ കിടക്കട്ടെ. നോക്കൂ, ഇപ്പൊ ഇതെല്ലാം കൂടി കയറിയിട്ട് നമ്മുടെ കുട്ടികൾ നെഞ്ചത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവർ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇവരെന്നും പറയും ഞങ്ങൾ വലിയ പഠനമൊക്കെ നടത്തിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നതൊക്കെ പറയും. എന്തോന്ന് പഠനം? ഈ സ്ത്രീകൾ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മറ്റൊക്കെ പോണ സമയത്ത് എല്ലാ സ്ത്രീകളും കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല പണമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ നല്ല ഗവൺമെന്റ് ജോലിയുള്ള സ്ത്രീകൾ, ഇവരൊക്കെ ഈ ഒരു ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്തു പോകുന്നത്. ഈ സൗജന്യം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ, അത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രമായിട്ട് ചുരുക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും അല്ലെങ്കിൽ സൗജന്യം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കേരളം പോലെ സംസ്ഥാനത്തിന് അത് ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേരളം പോലെ സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഉത്തരേന്ത്യൻ നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ സൗജന്യ യാത്ര ഒക്കെ നൽകുന്നത്? നോക്കൂ, ഉത്തരേന്ത്യൻ നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളൊന്നും പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ചെലവൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഈ സൗജന്യം ആവശ്യമാണ്. അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, അവരെ ഉയർത്തി കൊണ്ടുവരാനൊക്കെ അത്തരം ആളുകൾക്ക് ഈ സൗജന്യ യാത്ര ആവശ്യമാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ സ്ത്രീകളൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള, ഏത് ജോലിക്കും തൻ്റെ അടുത്ത് കൂടി പോകാൻ സാധിക്കുന്ന, ബൈക്കുകളും മറ്റും കാറുകളൊക്കെ ധൈര്യപൂർവ്വം ഓടിക്കാൻ സാധിക്കുന്ന, ഇതൊക്കെ ഒരു അപ്ലിഫ്റ്റിന്റെ ഭാഗമാണെന്ന്. ഇതൊക്കെ സാധിക്കുന്ന ആളുകളാണ് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളത്. ഇവർക്ക് എന്തിനാണ് ഈ സൗജന്യം ഏർപ്പെടുത്തിയത്? വെറും വോട്ട് ബാങ്കായിരുന്നു. അവര് വോട്ട് കിട്ടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷനുകൾ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. വലിയ രീതിയിൽ അവർ സാമ്പത്തികമായി പിന്നോട്ട് പോയിരിക്കുന്നു. വലിയ നഷ്ടം ഈ മേഖലയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പ്രിയദർശിനി സംവിധാനമൊക്കെ വന്നതിനു ശേഷം വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഈ ഉൾഭാഗത്തൂടെയൊക്കെയുള്ള റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സിനൊപ്പം തന്നെ KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. അത് ഒരേ സമയം തന്നെ സർവീസ് നടത്തുന്നു. ആ സമയത്തിലൊക്കെ തന്നെ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ള ആവശ്യമൊക്കെ തന്നെ. ഇതൊക്കെ ഇവർ പറച്ചിൽ മാത്രമുള്ള, ഒരു സമയത്തുള്ള ഒരു ചേഞ്ച് വരുത്താൻ സാധ്യമൊന്നുമല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കുട്ടികളുടെ സംസാരം കേൾക്കാം. നിരക്ക് വർധനയിൽ വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരു 10 രൂപയാണ് 3 ഞാൻ അങ്ങോട്ട് എത്ര എനിക്കറിയില്ല. ചുണ്ടേക്ക് അപ്പൊ ഭയങ്കര പൈസ. നോട്ട് എടുത്ത ചില്ലറ കിട്ടൂല, അത് ഒരു ചീത്ത അറിയും. പിന്നെ നോട്ട് എടുത്തതിനാ വണ്ടിക്കൂലി വീടും 10 ഉറുപ്പ്യൊക്കെ വേണം ഒരു ദിവസം. അത് ഭയങ്കര ഒരു ഇതാവില്ല. ചിലപ്പോ ഇവർക്ക് 3 രൂപ എടുക്കും, ചിലപ്പോൾ 6 രൂപയാവും, 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ആവില്ലേ. ഒരു ഇതല്ലേ സിമ്പിളാണ്. നോക്കൂ, ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ എന്തായാലും അത് എല്ലായിടത്തെയും ആളുകളൊക്കെ ബാധിച്ചു. 18 ബസ്സുകൾ ഇവരുടെ ഓട്ടം നിർത്തി, ആ ഒരു ബിസിനസ്സേ നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും ഗവൺമെന്റ് കാണുന്നില്ലേ? ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് പട്ടിണിയിലാവുന്നത്. ഈ സൗജന്യ യാത്ര ഇല്ലാത്തതുകൊണ്ട് കുടുംബങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പട്ടിണിയായിട്ടില്ല. അവരതിനുള്ള പണം കൂടി സമ്പാദിച്ച് അവർ യാത്ര ചെയ്തിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചേ? സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നവർക്ക് പോലും പറ്റാത്ത അവസ്ഥയായി. ഒരു വലിയ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലേക്കാണ്, ഒരു വലിയ ബിസിനസ് തകർന്നു. ഇതൊക്കെ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത നന്മ പ്രവർത്തികളാണ്.
VD സതീശൻ മേനോൻ ഗവൺമെന്റ് ഈ ജനങ്ങൾ കൊടുത്ത നന്മ പ്രവൃത്തികളായിട്ട് ഇതിനൊക്കെ കാണണം. കാരണം ഒരു വലിയ ബിസിനസ് സംരംഭം മുഴുവൻ തകർക്കാൻ ഒരൊറ്റ തീരുമാനം കൊണ്ടൊക്കെ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആർക്കാണ് സൗജന്യം വേണ്ടത്? കുട്ടികൾക്ക് സൗജന്യം കൊടുക്കാം. അവർ ആൾറെഡി 1 രൂപയും 2 രൂപയും കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. അവർക്ക് 5 പൈസ കൊടുക്കാതെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയട്ടെ. 60 വയസ്സ് കഴിഞ്ഞ പ്രായം ചെന്ന ആളുകൾക്ക് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം. ഒപ്പം തന്നെ വേണമെങ്കിൽ റേഷൻ കാർഡിന്റെ ഇതൊക്കെ വെച്ചിട്ട് ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പണമില്ലാതെ യാത്ര ചെയ്യാം. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികളും കാർഡും ഒക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് പഠിച്ച് പഠന വിധേയമായിട്ട് മാത്രമാണ് നടത്തിയെന്ന് പറയാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലുള്ള പരിപാടികളൊക്കെ കോൺഗ്രസ് മറ്റു സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പരിപൂർണ പരാജയമാണ്. പൂട്ടിക്കെട്ടിയിട്ടേ ഉള്ളൂ. ഇതും പൂട്ടിക്കെട്ടും. ബൈ.